അവസാന നിമിഷം എൻ്റെടാവേ, സത്യം പറഞ്ഞാൽ അത്രയും ഡിസേർവിങ് ആയിട്ടുള്ള ടീമുകൾ തമ്മിലൊരു കളി എന്നേ പറയാൻ പറ്റുള്ളൂ. കണ്ണ് ചിമ്മാനുള്ള നേരത്തെന്നല്ല, 90 മിനിറ്റിലാണ് അവർ ആ ഗോൾ അടിക്കണത് കേട്ടോ. 90 മിനിറ്റിൽ കാനഡ ഒരു ഗോൾ അടിക്കണം. പ്രതിരോധിക്കെന്ന് പറഞ്ഞാൽ കാനഡ ഇപ്പോൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ ഈ കളി തുടങ്ങിയപ്പോൾ തൊട്ടു ആദ്യം മുതൽ അവസാനം വരേണ്ടില്ല, ഡിഫൻസ് ആണെങ്കിലും അറ്റാക്കിങ് ആണെങ്കിലും എൻ്റെ മോനെ നമുക്കൊരു കണ്ണ് ചിമ്മാനുള്ളൊരു സമയം അവർ തന്നിട്ടില്ല. റൗണ്ട് ഓഫ് 32 ഫസ്റ്റ് മാച്ച് ആദ്യം ഗംഭീരമായിട്ട് തന്നെ മുന്നോട്ട് പോയി. സൗത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിലുള്ള മാച്ച് കാനഡ 1-0 ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ. അത് അത്യാവശ്യം ഗംഭീരമായ ഒരു മാച്ചായിരുന്നു. എന്താണെങ്കിലും സത്യം പറഞ്ഞാൽ അത്രയും ഡിസേർവിങ് ആയിരുന്നു കേട്ടോ. ഈ പറഞ്ഞ പോലെ സൗത്ത് ആഫ്രിക്ക അത്രയും ഡിസേർവിങ് ആയിരുന്നു. രണ്ട് ടീമിലും ഡിസേർവിങ് ആണ്. ഇനി അവരുടെ ലാസ്റ്റ് സ്വപ്നമാണ് ഈ കാണുന്നത്. ഇനി 4 വർഷത്തിന് ശേഷം മാത്രമായിരിക്കും അവർക്കിനി ഒരു സ്വപ്നം കാണുക. വേൾഡ് കപ്പ് എന്നുള്ളൊരു സ്വപ്നം മാത്രം യാഥാർത്ഥ്യമാകാൻ ഇനിയും 4 വർഷം കാത്തിരിക്കണം. ഏതൊക്കെ ടീം പുറത്തു പോയാലും ഏതൊക്കെ ടീം അകത്ത് കയറിയാലും ഒരു സ്ഥലത്ത് സന്തോഷം, ഇനി മുതൽ ഒരു ഭാഗത്ത് സങ്കടമായിരിക്കും നമ്മൾ കാണാൻ പോകുന്ന ഈ വേൾഡ് കപ്പിലുള്ള ഇനിയുള്ള നിമിഷം. കഴിയാൻ പോണ് ലാസ്റ്റ് മിനിറ്റ്, ലാസ്റ്റ് സെക്കൻഡ്, ലാസ്റ്റ് വിസൽ, ലാസ്റ്റ് സെക്കൻഡ്, ലാസ്റ്റ് ടൈം. ഡിസേർവിങ്, രണ്ട് ടീമും ഡിസേർവിങ് ആയിരുന്നു. അമ്മാതിരി കളി കളിച്ചു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു ഭാഗത്ത് സങ്കടം കാണാം, ഒരു ഭാഗത്ത് ഇനി സന്തോഷം കാണാം. കാരണം ഇത് ഡെഡ് മാച്ചാണ്, അതായത് നോക്കൗട്ട് സ്റ്റേജാണ് 32 എന്ന് പറയുന്നത്. ഇനി ആര് തോറ്റാലും 4 വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് അവർക്കിനി സ്വപ്നം കാണാനുള്ള ഉള്ളൂ. അപ്പോൾ എന്താണെങ്കിലും ഫസ്റ്റ് മാച്ച് ഗംഭീരമായിട്ട് തീർന്നു. പോകയാ. പക്ഷെ ഇവിടം വരെയൊക്കെ എത്തിയെന്നൊക്കെ പറഞ്ഞാൽ ആദ്യമായിട്ടാണ് ഇവർ എത്തണ കേട്ടോ. അതൊക്കെ വലിയൊരു കാര്യം തന്നെയാണ്.